ഞങ്ങളെ ആക്രമിച്ച ഈ യൂട്യൂബർമാർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് തന്നെ പോകും. നവമാധ്യമങ്ങൾ വരുന്നതിന് മുമ്പും ഈ സമുദായത്തെ പല രീതിയിൽ പല മേഖലകളിൽ നിന്ന് ആക്രമണം ഉണ്ടായിട്ട് ആ ആക്രമണങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സമുദായമാണ് ഗ്രാനായ സമൂഹം. ഗ്രാനായ സമുദായത്തെ സംബന്ധിച്ചോളം എൻഡോഗമി സംരക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രത്യേക ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിഭാഗമാണ്. ഈ പറയുന്ന ചാനലിലൂടെയുള്ള പ്രചരണത്തിലൂടെ ഞങ്ങളെ തകർക്കാനോ തച്ചുടയ്ക്കാനോ ഇല്ലാതാക്കാനോ പരിശ്രമിച്ചാൽ അത് സാധ്യമല്ല. ഏതാണ്ട് 21 പരം യൂട്യൂബർമാർ 400-450 പോസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇടുകയുണ്ടായി. എല്ലാവർക്കും നമസ്കാരം. മിറർ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആമിന സലീം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സ്ത്രീയും 2 കുട്ടികളും ആത്മഹത്യ ചെയ്യുകയുണ്ടായി. അതിന്റെ പേരിൽ ഒരുപാട് സൈബർ ബുള്ളിങ്ങും സൈബർ അറ്റാക്കുകളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് നേരിടേണ്ടി വന്ന ഒരു സഭയാണ് ജ്ഞാനായ കത്തോലിക്ക കോട്ടയം അതിരൂപതാ സഭ. അതിൽ കുറച്ച് ആൾക്കാരാണ് ഇന്ന് എന്നോടൊപ്പം പ്രതികരണവും ചർച്ചകളുമായി എന്നോടൊപ്പം കൂടുന്നത്. നമസ്കാരം. എന്നാ നമുക്ക് ആദ്യം തന്നെ പരിചയപ്പെടാമെന്ന് ആരൊക്കെയാണെന്നാണ് സാർ അവിടെ തുടങ്ങാം. ഞാൻ ബാബു പറമ്പടത്തുമരയിൽ ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസിന്റെ കോട്ടയം അതിരൂപത പ്രസിഡന്റാണ്. എൻ്റെ ഒരു ബേബി മുളവിലിപ്പുറം ഗ്രാനായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. നമസ്കാരം, ഞാൻ ജോൺ തിരുവത്ത് ഗ്രാനായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ട്രഷററാണ്. ഞാൻ ഫിലിപ്സ് കറിയ പെരുമ്പളത്തുശ്ശേരിൽ KCC വർക്കിംഗ് കമ്മിറ്റി മെമ്പർ, KCC ഇടയ്ക്കാട്ട് ഫൊറോന പ്രസിഡന്റ്, KCCയുടെ ലീഗൽ സെല്ലിൻ്റെ കൺവീനർ കൂടിയാണ്. സർ, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സ്ത്രീയും 2 കുട്ടികളും അടക്കം ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പേരിൽ യൂട്യൂബേഴ്സ് അടക്കം ഒരുപാട് പേര് ചർച്ചകളായി, ഒരുപാട് സൈബർ ബുള്ളിങ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതിനെതിരെ നിങ്ങളുടെ ഒരു പ്രതികരണം എന്താണ്? ഇതുവരെ നിങ്ങളുടെ ഒരു പ്രതികരണം കണ്ടിട്ടില്ലായിരുന്നു. അതിനെതിരെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ശരിയാണ്. കോട്ടയം അതിരൂപതയും അതിരൂപത സ്ഥാപനങ്ങളും ഈ അടുത്ത കാലത്തായി ഇതിന് മുൻപെങ്ങും ഇല്ലാത്ത വിധം വലിയ ഒരു സൈബർ ആക്രമണത്തിന് ഇരയായി. ഈ കാര്യത്തിൽ ഞങ്ങൾ ഔദ്യോഗിക ഒരു സംഘടനയുടെ ഭാരവാഹികൾ എന്ന നിലയ്ക്ക് ഞങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കുകയായിരുന്നു. ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം ഏതാണ്ട് 21 പരം യൂട്യൂബർമാർ 400-450 പോസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇടുകയുണ്ടായി. തീർച്ചയായും അത് ജ്ഞാനായ സമുദായത്തെയും സ്ഥാപനങ്ങളെയും അങ്ങേയറ്റം അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ മ്ലേച്ഛകരമായ ഒരു സത്യവുമില്ലാത്ത കാര്യങ്ങളാണ് അതിൽ പ്രചരിപ്പിച്ചിരിക്കുന്നത്. ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഞങ്ങളുടെ വർക്കിംഗ് കമ്മിറ്റിയിലും എക്സിക്യൂട്ടീവിലും ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിരിക്കുന്നത്. ഞങ്ങളെ ആക്രമിച്ച ഈ യൂട്യൂബർമാർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് തന്നെ പോകും. സർ, ഈ കേസിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ ഒരു സൈബർ ബുള്ളിങ് വന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇതൊരു വ്യക്തികൾക്കോ അങ്ങനെയൊന്നുമല്ല. തീർച്ചയായിട്ടും സഭയ്ക്ക് നേരെയാണ് സഭ എന്ന് പറയുമ്പോൾ ഗ്രാനായ സമുദായം, ഗ്രാനായ സമുദായത്തിന് നേരെ വരാനൊരു കാരണം തീർച്ചയായിട്ടും ഗ്രാനായ സമുദായത്തെ സംബന്ധിച്ചോളം എൻഡോഗമി സംരക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രത്യേക ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിഭാഗമാണ്. അപ്പോൾ അതിനെ പൊതുസമൂഹം പല രീതിയിൽ കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ തീർത്തും ചെറിയൊരു, അതായത് സമൂഹത്തിൽ ഒരു മേൽക്കോയ്മ നിലനിർത്തുന്ന സമുദായം എന്നുള്ള ഒരു രീതിയിൽ ആൾക്കാർ കാണുകയും അതിനെ ഒത്തിരി പേര് നെഗറ്റീവായിട്ട് കാണുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സമുദായത്തെക്കുറിച്ച് നെഗറ്റീവായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ വരുമ്പോൾ അതിനെ ജനം കൂടുതൽ ഏറ്റെടുക്കുകയും അത് കൂടുതൽ ഷെയർ ചെയ്യപ്പെടുകയും കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടാകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അറിയാലോ, ഒരു നെഗറ്റീവുള്ള കാര്യത്തെക്കുറിച്ച് കൂടുതൽ പബ്ലിസിറ്റി ഇടും. ഇത്തരത്തിലൊരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുന്നതിലൂടെ ഒരു സമുദായത്തെ ഛിന്നഭിന്നമാക്കുന്നു, അതിനെ ഇല്ലായ്മ ചെയ്യുന്നു എന്നുള്ള ബോധ്യം യൂട്യൂബേഴ്സിന് ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവരത് മനഃപൂർവ്വം ചെയ്യുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്, ആക്ഷേപമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പല വാണിംഗ് പല മേഖലയായിട്ട് കൊടുത്തിരുന്നു. ഇനി ഞങ്ങൾ നിയമപരമായിട്ട് തന്നെ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ തീരുമാനം. ഇതൊക്കെ മനഃപൂർവ്വം തന്നെ ചെയ്യുന്നതാണ് എന്നാണ് പറയുന്നത്? തീർച്ചയായിട്ടും അത്തരത്തിൽ എന്തെങ്കിലും ഒരു തെളിവില്ലാതെ ഓരോരുത്തരുടെയും മനസ്സിൽ വന്നുകൂടുന്ന കുറച്ച് കാര്യങ്ങൾ അതെടുത്ത് ഇങ്ങനെ അവർ തന്നെ കുറേ കഥകൾ ക്രിയേറ്റ് ചെയ്ത് മെനഞ്ഞെടുത്ത് അത് എറിയുക. അതിൻ്റെ അകത്ത് അടിസ്ഥാനമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ നമുക്കറിയാം, യൂട്യൂബിൽ ഇപ്പോൾ പല കാര്യങ്ങൾ കാണുന്നു,
അതിൻ്റെ എല്ലാം വസ്തുത തെരഞ്ഞു പോയി കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല. അതാണിപ്പോൾ സംഭവിക്കുന്നത്. സമുദായത്തിന് യാതൊരു വക ബന്ധവുമില്ലാത്ത വിഷയങ്ങളെക്കുറിച്ചും ഇത് സമുദായ അംഗങ്ങളും അല്ലെങ്കിൽ സമുദായത്തിലെ സ്ഥാപനങ്ങളും രൂപത നേതൃത്വവും അല്ലെങ്കിൽ കത്തോലിക്ക കോൺഗ്രസിൻ്റെ അൽമായ സംഘടന നേതൃത്വവും ഒക്കെ ഇതിൽ ഉത്തരവാദികളാണ് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിച്ച് ഇത് ഒരുപറ്റം കുറ്റവാളികളെ മെനഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ സമുദായത്തെ കരുവാരി തീർക്കുന്നു, സമുദായത്തെ ഒറ്റപ്പെടുത്തുന്നു, സമൂഹത്തിൽ സമുദായത്തിനെ വില കുറച്ച് കാണുന്ന രീതിയിൽ ഒരു പ്രചരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാർ, യൂട്യൂബേഴ്സ് നടത്തുന്ന ഒരു ആരോപണം മാത്രമാണ് ഇതൊക്കെ എന്നാണോ പറഞ്ഞു വരുന്നത്? യൂട്യൂബർ മാത്രം നടത്തുന്ന ഒരു ആരോപണം എന്നല്ല ഞങ്ങൾ പറയുന്നത്. അതായത് ഇന്ത്യയിൽ ഇന്ന് കത്തോലിക്ക സമുദായം ഉള്ളതിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ക്നാനായ സമുദായം അതായത് സ്വവംശ വിവാഹം അനുഷ്ഠിച്ചു പോരുന്ന ഒരു കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു സമുദായമാണ്. ആ സമുദായം സൂര്യചന്ദ്രനുള്ളിടത്തോളം കാലം നിലനിന്ന് പോകുമെന്ന് ഞങ്ങൾ ആ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചു പോകുന്ന ഇതിൻ്റെ തലമുറയിൽപ്പെട്ട ആളുകളാണ് ഞങ്ങളിപ്പോൾ ഈ ഫാർവാളായിട്ട് ഇവിടെ ഇരിക്കുന്നവർ. അപ്പോൾ ഇതിനെ ഈ സമൂഹ മധ്യത്തിൽ കാലാകാലങ്ങളിൽ അപകീർത്തിപ്പെടുത്തുവാനും അപജയം ഉണ്ടാക്കുവാനും വേണ്ടി മനഃപൂർവ്വം ചില ആളുകൾ ബോധപൂർവം ശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് യൂട്യൂബറുകൾ ഞങ്ങളെ മാത്രം പ്രത്യേകിച്ച് കടന്നാക്രമിക്കുന്നത്. അതിനെ ഞങ്ങൾ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ സഭയുടെ ഒരു സംഘടനാ സംവിധാനം എന്ന നിലയ്ക്ക് ഞങ്ങൾ വർക്കിംഗ് കമ്മിറ്റി കൂടി ഞങ്ങൾ തീരുമാനമെടുത്ത് ഇതിനെ നിയമപരമായിട്ട് ഒരു സംഘടന ക്നാനായ കത്തോലിക്ക കോൺഗ്രസ് ഒരു സംഘടന എന്ന നിലയ്ക്ക് ഞങ്ങൾ നിയമപരമായി നേരിടുന്നതിനും അല്ലാതെയും ഒക്കെ ഞങ്ങൾ പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് തയ്യാറെടുക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ നമ്മൾ ഈ അഭിമുഖം നടക്കുന്നത്. AD 345 ദക്ഷിണ മെസൊപ്പൊട്ടേമിയയിൽ നിന്നും 7 ഇല്ലത്തിൽപ്പെട്ട 72 കുടുംബങ്ങളിൽ നിന്നും 400ഓളം പേര് ഒന്നുമില്ലാത്ത ഒരു പരിചയവുമില്ലാത്ത ഈ കേരളക്കരയിലെ കൊടുങ്ങല്ലൂരിലേക്ക് കുടിയേറി പാർത്തത് ഈ കേരള സഭയെയും ഭാരതസഭയും ശക്തിപ്പെടുത്തുക എന്ന വലിയ പ്രേക്ഷ ദൗത്യവുമായിട്ടാണ്. കുടിയേറി പാർത്ത ഞങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഉറഹാമാർ യൂസഫ് മെത്രാനും ക്നായി തോമയുമാണ്. അങ്ങനെ കുടിയേറി പാർത്ത ഞങ്ങൾക്ക് ഞങ്ങളുടെ പൂർവികരുടെ രക്തത്തിൻ്റെ അംശം അല്ലെങ്കിൽ ആ രക്തം തന്നെയാണ് ഇന്നും ഞങ്ങളിലുള്ളത്. നിരവധിയായിട്ടുള്ള വെല്ലുവിളികളെ, സങ്കല്പിക്കാൻ കഴിയാത്ത അത്ര വെല്ലുവിളികളെ അതിജീവിച്ചാണ് ഈ ക്നാനായ സമുദായം ഇന്നോളം നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന ചാനലിലൂടെയുള്ള പ്രചരണത്തിലൂടെ ഞങ്ങളെ തകർക്കാനോ തച്ചുടയ്ക്കാനോ ഇല്ലാതാക്കാനോ പരിശ്രമിച്ചാൽ അത് സാധ്യമല്ല. ഒരു കാലത്ത് ഞങ്ങൾ വെച്ച് ഉറപ്പിക്കത്തില്ല. ഞങ്ങളുടെ സിരകളുടെ ഒഴുകുന്ന ഞങ്ങളുടെ പൂർവികരുടെ ആ രക്തത്തിൻ്റെ തിളയ്ക്കുന്ന സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു കത്തോലിക്ക സഭയുടെ സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് നിയമപരമായി ഏത് അറ്റം വരെയും പോയി ഇപ്രകാരമുള്ള പ്രചരണങ്ങളെ ഞങ്ങൾ ഇല്ലായ്മ ചെയ്യുമെന്നതിന് യാതൊരു സംശയവുമില്ല. കാരണം ഞങ്ങൾ അങ്ങനെ വളർന്നിരിക്കുന്നത്. അതിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അത് അടിയുറച്ച് പറയാൻ ഈ അവസരം ഞങ്ങൾ വിനിയോഗിക്കുവാണ്. ഈ അഭിമുഖം അതിനൊരു കാരണമായതിൽ സന്തോഷിക്കുന്നുമുണ്ട്. സാർ, അപ്പോഴും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇത്തരത്തിലൊരു കേസ് വരുന്നു, എല്ലാവരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, അവിടെയും നിങ്ങളുടെ ഈ ഒരു സഭയുടെ പേര് വലിച്ചിഴക്കാൻ പെട്ട ഒരു കാരണം എന്തായിരിക്കും? അതായത് ക്നാനായ സമുദായത്തെ മനഃപൂർവ്വം കരുവാരി തേക്കുന്നതിന് വേണ്ടിയിട്ട് കാലാകാലങ്ങളിൽ ഇതിപ്പോൾ യൂട്യൂബർമാർ വഴിയാണെങ്കിൽ ഇതിനു മുൻപ് വേറെ പല രീതിക്കും നവമാധ്യമങ്ങൾ വരുന്നതിന് മുമ്പും ഈ സമുദായത്തെ പല രീതിയിൽ പല മേഖലകളിൽ നിന്ന് ആക്രമണം ഉണ്ടായിട്ട് ആ ആക്രമണങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സമുദായമാണ് ക്നാനായ സഭ. ആ സഭ ഇന്ന് ഏതാണ്ട് ലോകത്ത് തന്നെ 86 രാജ്യങ്ങളിൽ, ഇവിടെ കേരളത്തിൽ AD 345 വന്നതിൽ കൊടുങ്ങല്ലൂർ വന്നിറങ്ങിയതിന് ശേഷം കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ താമസിച്ച് ഞങ്ങൾ കുടിയേറ്റമായ മലബാർ മേഖലയിലേക്ക് പോയി. അതിനുശേഷം നേരെ 86 രാജ്യങ്ങളിൽ ഞങ്ങളുടെ സമുദായത്തിലെ ആളുകൾ വസിക്കുന്നുണ്ട്. അവിടെയെല്ലാം ഞങ്ങൾ എവിടെയെല്ലാം ആയിരുന്നാലും ഞങ്ങളുടെ സ്വവംശം, ഞങ്ങളുടെ രക്തം, ഞങ്ങളുടെ വംശശുദ്ധി നിലനിർത്തിക്കൊണ്ട് പോകുന്ന പ്രവർത്തനങ്ങളാണ് ഞങ്ങളുടെ സമുദായത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കാണുമ്പോൾ പുറത്തുള്ളവർക്കുള്ള അസൂയയും അല്ലെങ്കിൽ ഞങ്ങളുടെ സമുദായത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാലാകാലങ്ങളിൽ പല രീതിക്ക് വരുന്നുണ്ട്. അത് ഇപ്പോൾ യൂട്യൂബറായിട്ട് വന്നത് മാത്രമേ ഉള്ളൂ. അതിനെ ഞങ്ങൾ ഏതറ്റം വരെ പോയാലും നിയമപരമായിട്ടാണെങ്കിൽ അതങ്ങനെ, അല്ലാത്ത രീതിയിലാണെങ്കിൽ ഏത് രീതിക്കാണെങ്കിലും ഞങ്ങൾ നേരിട്ട് ഇതിനെ അതിജീവിച്ച് മുമ്പോട്ട് പോകുന്ന പ്രാപ്തി ക്നാനായ സമുദായത്തിനുണ്ട്. തന്നെയൊരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളത്, ഈ പല അസ്വസ്ഥത ഉള്ള ആളുകൾ പല വിധത്തിൽ, മനുഷ്യരല്ലേ, ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള അസ്വസ്ഥത ഉണ്ടാകാം.
പലരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരാം. അങ്ങനെയുള്ള ആളുകളുടെ എല്ലാം ഒരു സംഘടിതമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ അറ്റാക്ക് എന്ന് 100% പറയാൻ കഴിയും. ഇപ്പോ പല സമുദായങ്ങളും പല കമ്മ്യൂണിറ്റികളും നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഒരു സഭയോട് ദേഷ്യവും അസൂയയും തോന്നാനുള്ള കാരണം എന്തായിരിക്കും? ഇപ്പോൾ ഒരുപാട് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്, പല യൂട്യൂബേഴ്സും അല്ലെങ്കിൽ പല സൈബർ ബുള്ളിങ്ങിൽ നിങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് എന്നൊക്കെ. അപ്പം അത്രയും കാരണങ്ങൾ വരേണ്ട കാരണം എന്തായിരിക്കും? അല്ല, അങ്ങനെ ഒരു മറ്റു സമുദായ അംഗങ്ങൾക്ക് ജ്ഞാനായ സമുദായത്തോട് ഒരു എതിർപ്പ് ഉണ്ടാകേണ്ട ഒരു സാഹചര്യവുമില്ല. ഞങ്ങൾ എല്ലാ സമുദായ അംഗങ്ങളുമായി സമുദായികരുമായി വളരെ സഹകരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പ്രത്യേക ഇൻസിഡൻറ്റിൽ യൂട്യൂബർമാരുടെ ഒരു പ്രതികരണം ഉണ്ടായി എന്നല്ലാണ്ട് ഒരു കാലഘട്ടത്തിലും നമ്മളോട് അങ്ങനെ ഒരു ആക്രമണ മനോഭാവം ഒരു ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ വീണ്ടും പറയുന്നതാണ്, അസംതൃപ്തരായിട്ടുള്ള കുറേ ആളുകളുണ്ട്. അപ്പോൾ ഒരു അവസരം നോക്കി നിൽക്കുമായിരുന്നു. ആ അവസരം ഇതിലൂടെ അങ്ങ് മുതലെടുത്തു. ആ സമുദായത്തെയും സമുദായത്തിൻ്റെ നേതാക്കന്മാരെയും മറ്റു എല്ലാവരെയും, ആത്മീയ നേതൃത്വത്തിൻ്റെയും അൽമായ നേതൃത്വത്തിൻ്റെ ഒക്കെ ഒന്ന് ചാട്ടവാറെടുത്ത് അടിക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കണ്ടു. അപ്പോഴും ആ കേസിൽ നിങ്ങളുടെ സഭയിൽപ്പെട്ട ഒരാൾ കൂടി ഉണ്ടായിരുന്നു എന്നൊരു പറയുന്നുണ്ട്. അതായത് മരിച്ച സ്ത്രീയുടെ ഭർത്താവിന്റെ സഹോദരൻ ഈ സഭയിൽപ്പെട്ട ഒരാളായിരുന്നു എന്ന് വാർത്തയിൽ പറയുന്നുണ്ടായിരുന്നു. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? തീർച്ചയായിട്ടും ആ സമുദായത്തിൽപ്പെട്ട ആരാകുമ്പോൾ തീർച്ചയായിട്ടും ആ സമുദായത്തിലുള്ള അവരുടെ ബന്ധുക്കളെല്ലാം ഈ സമുദായത്തിൽപ്പെട്ടവരല്ലേ, അത് സ്വാഭാവികമാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾക്ക് നേരെ ആരോപണങ്ങൾ വന്നിട്ടുണ്ടാവുക. അതുകൊണ്ടും അതേ ഒരു പുരോഗതിനായതുകൊണ്ടും കുറച്ചുകൂടെ ആക്രമണത്തിന്റെ മൂർച്ച കൂട്ടി, അത്രമാത്രം. ഈ ഇങ്ങനെ ഇത്രയും സൈബർ ബുള്ളിങ് ഏറ്റുവാങ്ങുമ്പോഴും നിങ്ങളുടെ ഒരു ഫീൽ എങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് തോന്നിയിരുന്നത്? ഞങ്ങൾ ഇതിനു മുൻപും ഇതുപോലെ വൈദികരും അതുപോലെ പുരോഹിത വർഗത്തെയും അൽമായ നേതൃത്വത്തെയൊക്കെ കാലാകാലങ്ങളിൽ ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഇപ്പോഴാണ് നവമാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന കാലഘട്ടം. ഇതിനു മുൻപ് ഇതുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം ഞങ്ങൾ അതിൻ്റെ ഓരോ വിഷയത്തിൻ്റെയും ഗൗരവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് സമുദായ നേതൃത്വവും സഭാ നേതൃത്വവും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ പുരോഗതി, അതായത് ഞങ്ങളുടെ മെത്രാനെയൊക്കെ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കുന്ന, വ്യക്തിപരമായിട്ട് തന്നെ ആക്ഷേപിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അത് നവമാധ്യമങ്ങൾ അങ്ങനെ ആയിപ്പോയപ്പോൾ ഞങ്ങളിപ്പോൾ തന്നെ ഇത് നിങ്ങൾക്ക് അഭിമുഖം തന്നെ തരുന്നത് ഞങ്ങൾ പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ട്. പ്രതികരിച്ചില്ലെങ്കിൽ യൂട്യൂബർമാർ ഇനി എണ്ണം കൂടുകയുള്ളൂ, അവരുടെ ഫോളോവേഴ്സ് കൂടുകയുള്ളൂ. കാരണം അതിനെ നിയന്ത്രിക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിയമപരമായ നടപടിയിലേക്ക് മുമ്പോട്ട് പോകുന്നത്. അതായത് നമ്മൾ മറ്റുള്ളവർ പ്രതികരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ചാടി പ്രതികരിക്കാമെന്നുള്ളത് ഒരു ശരിയായ രീതിയായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. ഞങ്ങൾ ഔദ്യോഗിക ഭാരവാഹികളാണ്. നമ്മൾ കാര്യങ്ങൾ പഠിച്ച് വിശകലനം ചെയ്ത് ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്നുള്ളത് വളരെ സമയം പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അല്ലാണ്ട് പെട്ടെന്ന് എടുത്തു ചാടി നമ്മൾ ഒരു പ്രവർത്തനത്തിലേക്ക് ഇതുവരെ നീങ്ങിയിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ വീഡിയോയിൽ താഴെ കണ്ട ഒരു കമന്റ് ആയിരുന്നു, ഏകദേശം 3 മാസമായി ആ ഒരു സംഭവം കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രതികരണവുമായി വന്നത് ഇപ്പോഴാണ്, എന്തുകൊണ്ട് ഈ 3 മാസം സമയം എടുത്തു എന്നൊരു ചോദ്യം അതിൽ വരുന്നുണ്ട്. അതെന്തുകൊണ്ടായിരുന്നു? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഈ ഒരു വിഷയം ഉണ്ടായി. ഇത് ചില വ്യക്തികൾ ആശ്രിതമായിട്ട് ഇത് സഭയ്ക്കെതിരെ അല്ലെ സംഘടനയ്ക്കെതിരെ ഉപയോഗിക്കാൻ നോക്കി. ഇതിവിടെ പറഞ്ഞതുപോലെ ചില വ്യക്തികൾ യൂട്യൂബേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ വിഷയത്തെ സമുദായത്തിനെതിരെയാക്കാൻ നോക്കി. അതാണ് വസ്തുത. അപ്പോൾ സമുദായ അംഗങ്ങൾ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഞങ്ങൾ നേതൃത്വ നിലയിലുള്ളവരെ സംബന്ധിച്ചോളം ഈ ഒരു വിഷയത്തിന് മേൽ എടുത്തു ചാടി ഒരു മറുപടി പറയുക എന്നുള്ളത് ഞങ്ങളുടെ പോളിസിയല്ല. കാരണം നമ്മളത് പറയുമ്പോൾ ഞങ്ങൾ കമ്മിറ്റഡാണ്, പൊതുസമൂഹത്തോട് കമ്മിറ്റഡാണ്, സമുദായത്തോട് കമ്മിറ്റഡാണ്, കോട്ടയം അതിരൂപതയോട് കമ്മിറ്റഡാണ്, കനാനായ സമുദായത്തിലെ ഓരോ വ്യക്തികളോടും കമ്മിറ്റഡാണ്. അപ്പം നമ്മൾ പറയുന്നത് വസ്തുതാപരമായ കാര്യങ്ങളെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. മറ്റുള്ളവർ പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് റിവേഴ്സ് കൂട്ടുക, ആൾക്കാരെ അട്രാക്ഷൻ എടുക്കുക, അത് ഞങ്ങൾക്ക് പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഏത് വിഷയമാണേലും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ച് വസ്തുതാപരമായിട്ട് പബ്ലിക്കിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ശൈലി. അപ്രകാരം ഇത് ഫസ്റ്റ് ടൈം അല്ല, ഇതിനു മുമ്പ് ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങൾ പ്രതികരിച്ചിരുന്നു. പിന്നെ ഇത്തരത്തിൽ സ്വാഭാവികമായിട്ട് പറയാം നെഗറ്റീവ് വശങ്ങൾ പെട്ടെന്ന് ആൾക്കാർ ഏറ്റെടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യും. ഞങ്ങൾ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ എത്ര കണ്ട് ആൾക്കാർ ഏറ്റെടുത്തു അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് സംശയമുണ്ട്. പക്ഷേ അത് ഫസ്റ്റ് ടൈം അല്ല, 3 മാസത്തിന് ശേഷമല്ല. ഞങ്ങളുടെ പ്രതികരണം ഞങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അത് പബ്ലിക്കിലേക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. താമസിച്ചു എന്നുള്ളതിൽ കാര്യമില്ല. കൃത്യമായിട്ട് അന്നും ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് തന്നെയാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത്. 3 മാസത്തിന് ശേഷം ഇത്തരത്തിലെ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഞങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടോ എന്ന് നിങ്ങൾ
പറഞ്ഞപ്പോൾ ഞങ്ങൾ വന്നു സംസാരിക്കുന്നു, അതിന് തയ്യാറായി എന്ന് മാത്രമേ ഉള്ളൂ. മുമ്പ് പറഞ്ഞില്ല എന്നുള്ളതില്ല. നാളെയും വസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ പറയാൻ തയ്യാറാണ്, പറയുകയും ചെയ്യും. അപ്പോൾ ഇതിനെതിരെ നിയമപരമായി എങ്ങനെ മുന്നോട്ട് പോകാനാണ് നിങ്ങളുടെ തീരുമാനം? വക്കീലന്മാരുടെ നിർദ്ദേശം, ഞങ്ങൾ ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസിന് തന്നെ വക്കീലുണ്ട്. ഞങ്ങൾ നിയമവിദഗ്ധരുമായിട്ട് കൂടി ആലോചിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇതിനോടകം പല ആലോചനകൾ നടന്നു. അത് ഞങ്ങൾ പറഞ്ഞല്ലോ, ഏതാണ്ട് 21 യൂട്യൂബർമാരെ ഞങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ 450-ൽ പരം പോസ്റ്റുകൾ ഞങ്ങളുടെ കൈവശമുണ്ട്. ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ച് സമുദായത്തിന് ഏറ്റവും കൂടുതൽ ദോഷം വരുത്തിയ ഈ യൂട്യൂബർമാർക്കെതിരെ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. എന്തായാലും സമുദായത്തെ കച്ചവടം ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. ജ്ഞാനായ സമുദായത്തെ കച്ചവടം ചെയ്യാൻ ഇനി മുമ്പോട്ട് ഞങ്ങൾ ഒരു യൂട്യൂബേഴ്സിനെ അനുവദിക്കത്തില്ല. അത്തരത്തിൽ നിയമപരമായിട്ട് ഞങ്ങൾ ശക്തമായ നടപടിയെടുത്ത് മുമ്പോട്ട് പോകും. അതാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങളുടെ സമുദായത്തിന് എന്തോ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ പുറകെ ഒരു കുഞ്ഞു പ്രശ്നത്തിന് പോലും യൂട്യൂബർമാർ ഞങ്ങളുടെ പുറകെ ഇങ്ങനെ വരികയും ആവശ്യമുള്ളതും ഇല്ലാത്തതും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇനി അതിനെ പ്രതികരിക്കാൻ ഞങ്ങൾ തക്കതായി ഈ കാലഘട്ടത്തിലുള്ള സമുദായ നേതൃത്വം എന്ന നിലയ്ക്ക് ഞങ്ങൾ ശക്തമായി പ്രതികരിക്കും. നിയമപരമായി മുമ്പോട്ട് പോകുന്നത് ഏതറ്റം വരെ പോകാനും ഞങ്ങൾ സജ്ജമാവുകയും ചെയ്യും. അപ്പോൾ ഏറെക്കുറെ ഉള്ള യൂട്യൂബേഴ്സിന്റെ ജോലിയൊക്കെ പോകും എന്നാണ് നിലവിൽ പറഞ്ഞു വരുന്നത് എന്ന് ഞങ്ങൾ പറയുന്നില്ല. അല്ല, യൂട്യൂബേഴ്സ് എന്നുള്ളതല്ല. അതായത് വസ്തുത പറയട്ടെ, അത് നമ്മൾ സ്വാഗതം ചെയ്യും. പക്ഷേ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതിപ്പം ഞങ്ങൾ എന്തുകൊണ്ടാണ് നിയമനടിക്ക് പോകുന്നത്? ഞങ്ങൾ ജ്ഞാനായ സമുദായത്തിൽ ഒരു ഇഷ്യൂ ഉണ്ടായി എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, ഇത് പൊതുസമൂഹത്തിൽ ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിയേക്കുക. ഇന്ന സമുദായം എന്നില്ല, ഇന്ന വ്യക്തികളില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഇത് സമൂഹ മധ്യത്തിൽ ലൈം ലൈറ്റ് നിൽക്കുന്ന ആർക്കെതിരെ എന്തും വിളിച്ചു പറയാമെന്നുള്ള ഒരു രീതിയിലേക്ക് പല സോഷ്യൽ മീഡിയ ടീമുകൾ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ മാറുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ ഒരു സാമ്പിൾ എന്നുള്ള നിലയിൽ ഞങ്ങൾ മുന്നിട്ടിറങ്ങുകയാണ്. കാരണം വെച്ചാൽ ഞങ്ങളുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഇന്ന് ഈ സാമൂഹിക വ്യവസ്ഥയിൽ തന്നെ വലിയ ഒരു മാറ്റം വരുത്തിയ ചെറിയ സമൂഹമാണ് ഞങ്ങൾ. അതായത് കേരളത്തിൽ ഇന്ന് കാണുന്ന പല മാറ്റങ്ങൾക്കും, അതായത് കേരളത്തിൽ ഇത്രയും പ്രാചീനമായിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ അപരിഷ്കൃതമായിട്ടുള്ള അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും മോശം സാമൂഹിക വ്യവസ്ഥ ഉണ്ടായിരുന്ന ഒരു നാടാണ് കേരളം. അവിടെ വന്ന് ഇത്തരത്തിൽ ഒരു നല്ല ഒരു സംസ്കാരത്തിലേക്ക് കേരള ജനതയെ മുമ്പോട്ട് നയിക്കുന്നതിൽ ഈ ജ്ഞാനായ സമുദായത്തിന് വലിയ പങ്കുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് അത്ര മാതൃകാപരമായിട്ടുള്ള പല കാര്യങ്ങളും 17 നൂറ്റാണ്ട് കൊണ്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. എന്നും പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിൽ സമൂഹത്തെ മലിനപ്പെടുത്തുന്ന അല്ലെന്നുണ്ടെങ്കിൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലുള്ള വ്യക്തികളെ മോശപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയുടെ പോക്ക്, അതിനെ അറുതി വരുത്തുവാൻ അല്ലെ അതിന് കടിഞ്ഞാണിടുവാനായിട്ട് ഒരു തുടക്കം എന്നുള്ള നിലയിലാണ് ഞങ്ങളിതിനെ വളരെ ശക്തിപൂർവ്വം തന്നെ നിയമ നടപടികൾക്ക് മുമ്പോട്ട് വരികയും ചെയ്യും. ഇത് നമ്മൾ അതിൻ്റെ ഏതറ്റം വരെ പോവുകയും ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളെ വെച്ച് നീതന്മാരെ അല്ലെ നന്മയുള്ള മനുഷ്യരെ അല്ലെ സമൂഹത്തെ വെച്ച് കച്ചവടം ചെയ്യുന്ന പരിപാടിക്ക് ഒരു അറുതി വരുത്താനായിട്ട് ക്രൈസ്തവ സമുദായം മുൻകൈ എടുക്കുന്നു. അതാണ് ചുരുക്കി പറഞ്ഞാലുള്ള കാര്യം. ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിന്റെ ഒരു അൽഗോരിതം വെച്ചിട്ട് ഒരാളെ മോശക്കാരനാക്കിയാൽ മാത്രമേ മറ്റൊരാൾക്ക് വളരാൻ സാധിക്കൂ എന്നൊരു ട്രൂത്താണ് ശരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനൊരു ഇരയായി എന്ന് പ്രതികരിക്കാനാണ് ശരിക്കും ആരും ഇല്ലാത്തത്. നിങ്ങളെപ്പോലുള്ള കുറച്ച് പേര് വന്നാൽ മാത്രമേ ഇതിനൊരു അറുതി വരൂ എന്നാണ്. ഇപ്പോൾ പല യൂട്യൂബർമാർക്കെതിരെയും നിയമ നടപടികൾ പല മേഖലയിൽ സ്വീകരിച്ചു തുടങ്ങും. ഇപ്പോൾ ഏതാണ്ട് ഒരു പരിധി വരെയും ഇത്തരം ആളുകൾക്ക് ചെറിയ ഭയം ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഞങ്ങളുടെ സമുദായത്തിൽ കേരളത്തിലാണെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും ഞങ്ങളുടെ സമുദായത്തിൽ അംഗങ്ങൾ കുറവാണെങ്കിൽ തന്നെയും ഞങ്ങൾ ഏത് സമൂഹത്തിൽ ജീവിക്കുന്നു ആ സമൂഹത്തിൽ നന്മ ചെയ്യുന്നതിന് എന്നും മുൻപിൽ നിന്നിട്ടുണ്ട്. ഞങ്ങളുടെ പൂർവികരാണെങ്കിലും ഇപ്പോഴാണെങ്കിലും അത് ഞങ്ങളുടെ സ്വവംശത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില ശക്തികളുടെ ഭാഗത്തുനിന്ന് വരുന്ന പ്രേരണ കൊണ്ട് വരുന്ന അവർ ഈ യൂട്യൂബർമാരെ സ്വന്തം ഒന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. അവരെ ആരോ പ്രേരിപ്പിച്ച് ഇതിനകത്ത് ഞങ്ങളെ മോശക്കാരാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കാലഘട്ടത്തിൽ കടന്നു വന്ന അവർക്കെതിരെ ഞങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ സമുദായത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ അപരാധമായിരിക്കും ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളിത് പ്രതികരിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ വർക്കിംഗ് കമ്മിറ്റിയുടെ തീരുമാനം. ആ കേസിൽ നിങ്ങളുടെ സഭയിൽപ്പെട്ട ഒരാൾ കൂടി ഉണ്ടായിരുന്നു എന്നൊരു പറയുന്നുണ്ട്. ഇത് ചില വ്യക്തികൾ ആശ്രിതമായിട്ട് ഇത് സഭയ്ക്കെതിരെ അല്ലെ സംഘടനയ്ക്കെതിരെ ഉപയോഗിക്കാൻ നോക്കും. ഞങ്ങളുടെ പുറകെ ഒരു കുഞ്ഞു പ്രശ്നത്തിന് പോലും
ഒരു കുഞ്ഞു പ്രശ്നത്തിന് പോലും യൂട്യൂബർമാർ ഞങ്ങളുടെ പുറകെ ഇങ്ങനെ വരികയും ആവശ്യമുള്ളതും ഇല്ലാത്തതും പ്രചരിപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ പല യൂട്യൂബർമാർക്കെതിരെയും നിയമ നടപടികൾ പല മേഖലയും സ്വീകരിച്ചു തുടങ്ങും. ഇപ്പോൾ ഏതാണ്ട് ഒരു പരിധി വരെയും ഇത്തരം ആളുകൾക്ക് ചെറിയ ഭയം ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സമുദായത്തെയും സമുദായത്തിൻ്റെ നേതാക്കന്മാരെയും മറ്റു എല്ലാവരെയും ആത്മീയ നേതൃത്വത്തിൻ്റെയും ആത്മായ നേതൃത്വത്തിൻ്റെയും ഒക്കെ ഒന്ന് ചാട്ടവാറെടുത്തടിക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കണ്ടു.